السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد. സമാദരണീയനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മളിവിടെ അനുസ്മരിക്കുന്ന വന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും ദീർഘകാലം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പലുമൊക്കെയായി സേവനം ചെയ്ത വന്യരായ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ മനസ്സിനകത്തേക്ക് കയറി വന്നത് ഒരു വല്ലാത്ത വേദനയും ഒപ്പം ഈ ഉമ്മത്തിൽ വരുന്ന ഒരു വലിയ വിടവിനെ കുറിച്ചുമായിരുന്നു. ഒരു ആലിമിന്റെ മരണം എന്ന് പറയുന്നത് അത് ആലമിന്റെ മരണമാണ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം അത് വെറുതെ പറഞ്ഞതല്ല, അത് യാഥാർത്ഥ്യമാണ്. ഒരാൾ വിട പറഞ്ഞു പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് പിന്നെ അല്ലെങ്കിൽ ആ തലത്തിലുള്ള ഒരാളെ നമുക്ക് ലഭ്യമാകുന്നത് വളരെ വളരെ വിരളമാണ്. നമ്മൾക്ക് അവരിയ്ക്കുന്ന വേദിയിലേക്ക് അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥാനത്തേക്ക് അവർ കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റു സ്ഥാനമാനങ്ങളിലേക്കൊക്കെ ആളുകളെ നിയമിക്കാനും അവർ ആ മേഖലയിൽ പ്രശോഭിക്കുകയും ഉജ്ജ്വലമായ നേതൃപരമായ പങ്ക് നിർവഹിക്കപ്പെടുകയും ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കും. പക്ഷേ ഓരോ വ്യക്തിത്വങ്ങളും അവർ വ്യത്യസ്തമാണ്. ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു സ്നേഹവിസ്മയമായിരുന്നു. വലിയ ലാളിത്യത്തിന്റെ ഉടമയായിരുന്നു. എന്നാൽ വൈജ്ഞാനിക മേഖലയിൽ അത്യുന്നതമായ സ്ഥാനത്ത് വിരാജിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ലോക രാഷ്ട്രങ്ങളിലെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ ഒത്തുചേരുന്ന വേദികളിൽ പോലും കേരളത്തിൽ നിന്ന് കടന്നു വന്ന ഈ പണ്ഡിതന്റെ പ്രഭാഷണവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കേട്ട് തങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ടി വന്ന ചരിത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. വിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ ആശയതലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ഇടങ്ങളിൽ അത് തന്റെ ഗുരുവിന്റെ ആ ശൂരത്വത്തോടുകൂടെ തന്നെ ആധികാരികമായി ഗൗരവതരമായി വിഷയത്തെ സമീപിക്കാനും അതിനെ അഡ്രസ് ചെയ്യാനും അത് തുറന്നു പറയാനും മടിയില്ലാത്ത നിലപാടിന്റെ ഉടമയായിരുന്നു ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. വന്യരായ ഉസ്താദിന്റെ അടുത്തേക്ക് നമ്മൾ സമീപിക്കുന്ന സമയത്ത് എത്ര കൊച്ചുകുട്ടിയാണെങ്കിലും തന്റെ സംഘടനയുടെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന 14 സംഘടനകളുടെയും മാതൃസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃപരമായ പങ്ക് നിർവഹിക്കുന്ന ഒരാൾ എന്ന തലത്തിൽ നിൽക്കേണ്ട ഒരു വ്യക്തിത്വം നമ്മൾ എത്ര ചെറുതാണെങ്കിലും സംഘടനയുടെ ചെറിയ ഞങ്ങൾ SKSF-ന്റെ ഒക്കെ പ്രവർത്തകർ ഞങ്ങൾ ഉസ്താദിനെ സമീപിക്കുന്ന സമയത്ത് ഉസ്താദിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു സ്വീകരണവും ഒരു സ്നേഹവും ഒരു പ്രത്യേകമായിട്ടുള്ള തലോടലും അതാണ് ഞങ്ങൾക്കെന്നും ശക്തിയും ഞങ്ങൾക്കെന്നും ആവേശവും പകർന്നിട്ടുള്ളത്. ഈ വിനീതൻ ഉൾപ്പെടെയുള്ള ഈ ടൈമിലെ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നപ്പോ ഞങ്ങൾ ഷെയ്ഖുനയെ സമീപിച്ചു. ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഒന്നാകെ നേതാക്കളെയൊക്കെ സന്ദർശിച്ച കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം അതൊരു വേറിട്ട അനുഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഷാളൊക്കെ തയ്യാറാക്കി വെച്ച് ആ ഷാള് പ്രത്യേകമായിട്ട് അണിയിച്ചു തന്നത് അത് വല്ലാത്ത സ്നേഹത്തോടെ, വല്ലാത്ത ആവേശത്തോടെ, വല്ലാത്ത ഇഷ്ടത്തോടെ, കടപ്പാട് തീർക്കുകയല്ല, കടമ തീർക്കുകയല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിൽക്കണമെന്നും ആ പ്രസ്ഥാനത്തെ അജയ്യമായി പ്രാദേശിക തലങ്ങളിൽ ഊർജ്ജസ്വലമായി നയിക്കാൻ നിങ്ങൾ മുന്നിലുണ്ടാകണമെന്നും പറയുന്ന ഒരു പ്രത്യേകമായ സന്ദേശം കൈമാറിക്കൊണ്ടാണ് ഞങ്ങളെ അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സ്വീകരിച്ചിരുന്നത്. പല സന്ദർഭങ്ങളിൽ ഷെയ്ഖുനയെ സമീപിച്ചിട്ടുണ്ട്. രോഗശയ്യയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഷെയ്ഖുനായുടെ അടുത്ത് ചെല്ലുമ്പോൾ
എത്ര പ്രയാസം ഉണ്ടായാലും ആ പ്രയാസങ്ങളൊന്നും നമ്മെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാനൊരു രോഗിയാണെന്ന് മനസ്സിലാകാവുന്ന രീതിയിൽ ഇടപെടാനോ ശ്രമിക്കാത്ത ഒരു ജീവിത രീതിയായിരുന്നു ഷെയ്ഖുനായുടെ. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം അത് വളരെ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. ആ ആഘോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, 40 വർഷക്കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലെ വ്യത്യസ്തമായ ഘടകങ്ങൾ അല്ലെങ്കിൽ മുഷാവറയിലും അതിന്റെ ഭാരവാഹി സ്ഥാനത്തും ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ അവരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സീനിയർ ആയിട്ടുള്ള പയക്കം ചെന്ന ഒരു നായകൻ എന്ന നിലക്ക് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ സമ്മേളനത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് പലവൂരി ചർച്ചകൾ നടന്നു. ആരോഗ്യകരമായ കാരണങ്ങളാൽ സമ്മേളനത്തിന് ഷെയ്ഖുനാക്ക് എത്താൻ കഴിയാത്തതിലുള്ള വല്ലാത്ത പ്രയാസം ഓരോ നേതാക്കളുടെയും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ മുതൽ അതിന്റെ കീഴ്ഘടകങ്ങളിൽ ഇരിക്കുന്ന ഓരോ നേതാക്കളുടെയും വർത്തമാനങ്ങളിൽ അത് പ്രകടമായിരുന്നു. ആ സമ്മേളനത്തിലെ അതിന്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന സയ്യിദുൽ ഉലമ നയിക്കുന്ന യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചർച്ചയിൽ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നാമത്തെ ചർച്ചയിൽ ആദ്യത്തെ ചർച്ച ഈ സമ്മേളനത്തിന്റെ സന്ദേശയാത്രക്ക് സയ്യിദുൽ ഉലമയുടെ കൈകളിലേക്ക് പതാക കൈമാറേണ്ടത് ഷെയ്ഖുൽ ജാമി ആയിരിക്കണം എന്നായിരുന്നു ആ യോഗത്തിലെ ഒന്നാമത്തെ തീരുമാനം. അഥവാ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും അതിന്റെ ഊർജ്ജവും അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചു പഠിച്ചു മനസ്സിലാക്കി തന്റെ ഗുരുവിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയും പലപ്പോഴായി നമ്മുടെ മുമ്പിൽ സയ്യിദുൽ ഉലമയെ ഉയർത്തി കാണിച്ച് ഇത് ശംസുൽ ഉലമയുടെ മോനാണ് എന്നുവരെ നമ്മോട് പറഞ്ഞുകൊണ്ട് ഈ സംഘശക്തിക്ക് ഊർജ്ജം നൽകുന്ന ഒരു പ്രത്യേകമായ നിലപാട് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് സ്വീകരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആലിക്കുട്ടി ഉസ്താദിൽ നിന്ന് തന്നെയായിരിക്കണം ഈ പതാക കൈമാറപ്പെടേണ്ടത് എന്ന ചർച്ച നേതാക്കൾക്കിടയിൽ ഉയർന്നു വരികയാണ്. യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടായാൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകണം എന്നായിരുന്നു ആദ്യം ഘട്ടം മുതലേ ചർച്ച. ഞാൻ പറഞ്ഞു വരുന്നത്, ആലിക്കുട്ടി ഉസ്താദിനെ അത്രമാത്രം നേതാക്കൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ, അതുപോലെ തന്നെ ഓരോ കീഴ്ഘടകത്തിന്റെയും നേതാക്കൾക്കിടയിൽ തന്റെ ഈ സംഘടനയ്ക്ക് ശക്തി പകരുന്നതിൽ, ഈ സംഘടനയെ നയിക്കുന്നതിൽ ഉസ്താദ് കാണിച്ചിട്ടുള്ള ആ വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ ഓർക്കാതെ ഒരു പ്രവർത്തകന് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയാനാണ്. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് വിവിധ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ സംഘടനയെ പ്രതിനിധീകരിച്ചും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പതിവാണ്. എന്നാൽ അത്തരം ചർച്ചകളിൽ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന് കഴിയുമായിരുന്നു. എന്തുകൊണ്ട്? വിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ബഹുഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഉസ്താദ് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയും അതുപോലെ തന്നെ കഴിവും ആർജിച്ചിട്ടുണ്ടായിരുന്നു. ആ കഴിവും പ്രാപ്തിയും ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി, കൈരളിക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ഒരു വലിയ സന്തോഷവാനുമായിരുന്നു ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വരുന്ന 30-ാം തീയതി രാവിലെ 10 മണിക്ക് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്തയുടെ കാര്യാലയത്തിൽ ഷെയ്ഖുനയുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ പരിപാടിയിൽ നമുക്കൊക്കെ പങ്കാളികളാവുകയും ഷെയ്ഖുനാക്ക് വേണ്ടി വേണ്ടതെല്ലാം ഷെയ്ഖുനായോട് നമുക്ക് കാണിക്കാനുള്ള സ്നേഹവും ആദരവും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. വഫാത്തായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്നു. ആ വീട്ടിൽ ചെന്ന് ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കടന്നു ചെന്നപ്പോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. യാദൃച്ഛികമായാണ് ആ മുറിക്കകത്തേക്ക് ചെല്ലാൻ പറ്റിയത്. അവിടെ ചെന്ന് ഉസ്താദിന്റെ പൂമുഖത്തൊന്ന് ചുംബനം അർപ്പിക്കുന്ന ആ ഒരു ഘട്ടം ഞാൻ പലരോടായി പറഞ്ഞു. വല്ലാത്ത ഒരു സുഗന്ധം ആഞ്ഞു വീശുന്ന പോലെ മനസ്സിനകത്തേക്ക് ഒരു കുളിർത്തന്നലായി അടിച്ചു വീശുകയായി. ആ പൂമുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു ഷെയ്ഖുനയെയാണ് നമ്മൾ കാണുന്നത്. തന്റെ ജീവിതത്തിൽ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള മശായിഖന്മാരുടെ ഇടപെടലുകൾ, മശായിഖന്മാരോടുള്ള സാമീപ്യം, അവരിൽ നിന്നുള്ള ഇജാസത്തുകൾ വാങ്ങിയും അവരോട് ചേർന്നു നിന്നും അവരിൽ നിന്ന് അറിവുകൾ പകർന്നും ഒക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആർജിച്ചെടുത്തുള്ള വിജ്ഞാനവും അതുപോലെ തന്നെ അതിനനുസരിച്ച് തന്റെ ജീവിതം ചിട്ടപ്പെടുത്തി ആത്മീയമായ ആ ചൈതന്യവും അത് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന വിധം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അണയുന്ന, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമായുടെ മുമ്പ് താൻ ഏതൊരു മഹല്ലത്തിന്റെ ഖാളിയാണോ, ഏതൊരു പള്ളിയുടെ മിഹ്റാബിൽ നിന്നാണോ താൻ അതുവരെ തന്റെ സമുദായത്തിനു വേണ്ടി തന്റെ ജനങ്ങളോട് ഉത്ബോധനം ചെയ്തത്, ദീനു പറഞ്ഞു കൊടുത്തത്, ആ പള്ളിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് അന്തി ഉറങ്ങാൻ വേണ്ടി എത്തിച്ചേരുക എത്ര വലിയ മഹാഭാഗ്യമാണ്. നമ്മുടെ മഹാരഥന്മാരായ കഴിഞ്ഞുപോയ മശായിഖന്മാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാ, ഓരോരുത്തരെ എടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെയുള്ള മരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ച്, വിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സുബ്ഹിയോടടുത്ത സമയം അവിടെ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നത്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്കൊലി, ആ ബാങ്കിന്റെ ഓരോ വാക്കുകൾക്കും മുഅദ്ദിനോടുകൂടെ ഇജാബത്ത് നൽകുന്ന ഷെയ്ഖുനാ
ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മുഅദ്ദിൻ ഉച്ചരിക്കുന്ന സമയത്ത് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നത് അവിടെ കൂടി നിന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ഉമറാക്കളും അതുപോലെ തന്നെ മീഡിയകളും നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇതാണ് ഓരോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാഇന്റെ വിയോഗത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അവസാനം നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയ ആലിക്കുട്ടി ഉസ്താദും നമ്മോട് പറഞ്ഞ സന്ദേശം ഹക്കായ ഒരു പാതയിലാണ് ഞാൻ ഇന്നോളം സഞ്ചരിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് എന്തു ആദർശത്തെയാണോ സംരക്ഷിച്ചിട്ടുള്ളത്, ആ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അളവ് വ്യതിചലിക്കാതെ അതിന്റെ നയനിലപാടുകൾക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തി അവസാനം വിട പറഞ്ഞു പോകുന്ന സമയത്ത് വളരെ സന്തോഷവാനായി വളരെ നല്ല ദിവസം, നല്ല രാവിൽ, നല്ല ദിവസം അള്ളാഹുലേക്ക് മടങ്ങി പോകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ച. അള്ളാഹു അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അടുത്ത 2-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട്ട് പ്രത്യേകമായിട്ടുള്ള അനുസ്മരണ പ്രോഗ്രാം കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിളംബരവും അതിന്റെ പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനും അതോടൊപ്പം തന്നെ അതിൽ പങ്കാളികളാകാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുപോലെ തന്നെ മേഖലാ യൂണിറ്റ് ക്ലസ്റ്റർ തലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ ഇതുപോലെയുള്ള അനുസ്മരണങ്ങൾ, ഒപ്പം ഉസ്താദിനു വേണ്ടിയുള്ള ഖത്മകൾ, അതുപോലെ തന്നെ ധാരാളം തഹ്ലീലുകൾ, അതുപോലെ തന്നെ ധാരാളം ഇഖ്ലാസുകൾ ഓതിയിട്ട് ഉസ്താദിനു വേണ്ടി സമർപ്പിക്കുകയും 2-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന അനുസ്മരണ പ്രാർത്ഥനാ സദസ്സിൽ വെച്ച് മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന കൂടെ സംഘടിപ്പിക്കാൻ സംസ്ഥാന SKSF തീരുമാനിച്ചിരിക്കുകയാണ്. അതിലൊക്കെ നിങ്ങൾ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ച് അള്ളാഹു അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ. മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.